ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 71ാമത്തെ പാർട്ടാണ് കേട്ടോ. എന്നാൽ കമൻ്റ് ഇടാൻ മറക്കില്ലല്ലോ അല്ലേ? സ്റ്റോറിയിലേക്ക് പോയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഠിക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. കാരണം പരാതിയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നതും അവിടെ കണ്ട കാഴ്ചയിൽ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. വർണ്ണ നേരെ എഴുന്നേറ്റ് ശീലുവിൻ്റെ അരികിലേക്ക് നടന്നു. അബി ശീലുവിനെ കൈകൊണ്ട് ഉയർത്തി വെള്ളത്തിലേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. ശീലു വെള്ളത്തിൽ വീഴാതിരിക്കാൻ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കാലും കൈയും ഇട്ടടിക്കുകയാണ്. അവളെ താഴെ ഇറക്കടാ. ഇറക്കാനല്ലേ പറഞ്ഞേ? വർണ്ണ ചൂടായത് അബി അവളെ താഴെ ഇറക്കി നിർത്തി. നിന്നെപ്പോലെയല്ലേ ശീലു ഈ ഭദ്രയും? എന്നിട്ട് അവൾ ഒതുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ശ്രീയണ്ണ എവിടെ? വർണ്ണ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ഏട്ടനൊരു കോള് വന്നപ്പോൾ പോയതാ, ഇപ്പൊ വരും. ഭദ്രയാണത് പറഞ്ഞത്. നിനക്ക് ഇത്ര നേരം ശ്രീയൻ്റെ ഒപ്പം കളിച്ചത് പോരെ? ആരെങ്കിലും കണ്ട മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങിക്കോളൂ. ദേ വർണ്ണ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി കളിക്കാൻ നിൽക്കരുത് എന്നിട്ടാ. എനിക്കറിയാം ശരിയും തെറ്റും. വീണ്ടും അവിടെ ഒരു വഴക്ക് നടക്കുന്ന മനസ്സിലായതും ഭദ്ര വർണ്ണയെ പിടിച്ചു വലിച്ച് സൈഡിലേക്ക് മാറ്റി. ആമി എഴുന്നേറ്റ് വന്ന് ശീലുവിനെ വിളിച്ചു കൊണ്ടുവന്ന് മണ്ണിൽ തിട്ടയിലിരുത്തി. ഐസ്ക്രീം വാങ്ങാൻ പോയ നിമ്മി തിരിച്ചു വരുമ്പോൾ 4 പേരും മണലിലിരിക്കുകയാണ്. അബിയാണെങ്കിൽ കുറച്ച് അപ്പുറത്തായി കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിമ്മി കയ്യിൽ ഐസ്ക്രീമിലേക്ക് ഒന്ന് അബിക്ക് കൊടുത്ത ശേഷം അവർ 4 പേരുടെ അരികിലേക്ക് വന്നു. വെള്ളത്തിൽ കളിച്ച് ക്ഷീണിച്ചാ? ദാ ഐസ്ക്രീം കഴിക്കി. അവർ 4 പേർക്കും കൊടുത്തു. ശ്രീയേട്ടൻ എവിടെ? നിമ്മി സംശയത്തോടെ ചോദിച്ചു. ഏട്ടന്താ അവിടെയുണ്ട്. ആരോട് ഫോണിൽ സംസാരിക്കുക? കുറച്ചപ്പുറത്തായി ചൂണ്ടി ശീലു പറഞ്ഞു. ഞാനിത് ശ്രീയേട്ടന് കൊടുത്തിട്ട് വരാം. നിമ്മി നേരെ അവൻ്റെ അരികിലേക്ക് പോയി. ശീലു, എനിക്കൊന്ന് തന്നേടി ടേസ്റ്റ് നോക്കാൻ. നിന്റെ സ്ട്രോബെറി അല്ലേ, എൻ്റെ വാനില. വർണ്ണ അവളെ നോക്കി കെഞ്ചി. തരാം, പക്ഷെ നിന്റെ എനിക്കും തരണം. ആ, പക്ഷേ ഞാൻ അത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യും, ഓക്കെ? വർണ്ണ പറഞ്ഞു. അയ്യടി മനമേ, എന്നിട്ട് വേണം അന്നത്തെ പോലെ എൻ്റെ കൂടെ വാങ്ങി ഓടാൻ അല്ലടി. അതിന് ഞാൻ സമ്മതിക്കില്ല. അത് തന്നാൽ ഇത് തരും, ശീലു പറഞ്ഞു. അവരുടെ സംസാരം കണ്ട് കുറച്ചു മുമ്പ് വഴക്കുണ്ടാക്കിയവരാണോ ഈ ഇരിക്കുന്നതെന്ന് മറ്റു 2 പേരും നോക്കി. ശ്രീ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു തൻ്റെ തൊട്ടു പിന്നിലായി 2 കൈകളും ഓരോ ഐസ്ക്രീം പിടിച്ചു നിൽക്കുന്ന നിമ്മിയാണ് കണ്ടത്. ഐസ്ക്രീം? അവൾ കൈകൊണ്ട് അവന് നേരെ നീട്ടി. എനിക്ക് വേണ്ട നിമ്മി. അതെന്താ വേണ്ടാത്തേ? ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. നിമ്മി നിർബന്ധിച്ച് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ശ്രീയണ്ണ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അവൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ രാഘേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കൂടെയായിരുന്നു, അവൻ പതർച്ചയോടെ പറഞ്ഞു. കള്ളം പറയാ, ഏട്ടൻ അവരുടെ കൂടെ ആയിരുന്നില്ല. സത്യം പറ, എവിടേക്കാ പോയേ? അത് പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു ട്രിപ്പ്. എവിടെ? ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല, ഞങ്ങൾക്ക് ഫ്രണ്ട്സിന് മാത്രം അറിയാവുന്നൊരു സ്ഥലമാണ്. ഒരു കുന്നിൻ്റെ മീതെ. അവിടെ ടെൻ്റൊക്കെ അടിച്ച് നല്ല വൈബാണ്. ആണോ? എന്നെ ഒരു ദിവസം കൊണ്ടുപോവോ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രീയണ്ണന് പാകം ആള് മാറിയ പോലെയായി. ആദ്യമൊക്കെ നന്നായി സംസാരിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ സംസാരിക്കുന്നത് പോയിട്ട് നേരിട്ട് കണ്ടാൽ പോലും മിണ്ടുന്നില്ലല്ലോ. ഏത് സമയം മുറിക്കുള്ളിലാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ലാന്നേ. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ടാണ് റൂമിൽ തന്നെ ഇരിക്കണേ. ഓ, അതായിരുന്നോ? ഞാൻ കരുതി വല്ല കട്ട തേപ്പും കിട്ടി ശോകം അടിച്ചിരിക്കുകയെന്ന്. നിമ്മി കളിയായി പറഞ്ഞത് ശ്രീയുടെ മുഖമൊന്ന് മങ്ങി. അയ്യോ ശ്രീയേട്ട, സോറി. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ, പക്ഷേ ഏട്ടന് ഫീലായോ? ഏയ് ഇല്ല നിമ്മി. അത് പറഞ്ഞ് അവൻ കടലിലേക്ക് നോക്കിയിരുന്നു. ഏതാ കുട്ടി? നിമ്മി ചോദിച്ചതും ശ്രീ ഞെട്ടി അവളെ നോക്കിയേ. ഏതാ?
ഏട്ടനെ സങ്കടപ്പെടുത്തുന്ന ആ കുട്ടി ആരാന്ന്? ഏയ് അങ്ങനെയൊന്നുമില്ല രമ്യേ, കള്ളം പറയണ്ട. ഈ മനസ്സിൽ ആരോ ഉണ്ട്, അതെനിക്കറിയാം. ഏട്ടൻ ആരാന്ന് പറ, ഞാൻ സംസാരിച്ച് സെറ്റാക്കി തരാനേ. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്ത? പേര് പറ, ഞാൻ സംസാരിക്കാം. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? ഈ പ്രശ്നം അങ്ങനെ സംസാരിച്ചാൽ തീരില്ലടോ. അതെന്താ അങ്ങനെ? കാരണം ആ കുട്ടിക്ക് ഞാൻ സ്നേഹിക്കുന്ന കാര്യം അറിയില്ല എന്ന് മാത്രമല്ല, അവൾ മറ്റൊരാളുമായിട്ട് ഒരു റിലേഷനിലാണ്. സോ അത് വിട്ടേക്ക്. അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ് കടലിലെ തിരമാലകളെ നോക്കി നിന്നു. അവൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് നിമ്മിക്ക് അറിയില്ലായിരുന്നു. അവളും ഒന്നും മിണ്ടാതെ കടലിലേക്ക് നോക്കി നിന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ആമി ഫോൺ റിങ് ചെയ്തതും എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു. നീ എവിടെയാ പെണ്ണേ? കോൾ അറ്റൻഡ് ചെയ്തും മറുഭാഗത്തുനിന്ന് പാർട്ടിയുടെ ചോദ്യം വന്നു. ഞങ്ങളിവിടെ ബീച്ചിൽ വന്നിരിക്കേട്ടാ. ആ ബെസ്റ്റ്. എന്തേ? നീ നാളെ പോവല്ലേ? അതുകൊണ്ട് കുറച്ച് നേരം അടുത്ത് കിട്ടാൻ വേണ്ടി തിരക്കന്നടി ഡ്യൂട്ടി ഒഴിവാക്കി വന്ന് എനിക്കിത് തന്നെ വേണം. ഏട്ടനപ്പോൾ വീട്ടിലുണ്ടാ? ഉണ്ട്. നിന്നെ ഇവിടെ ഒന്നും കാണാതായപ്പോൾ വിളിച്ചതാ. ഞാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോട്ടെ എന്നാ? വേണ്ട, ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ തിരികെ വരും. ഏട്ടൻ പോയാൽ ഇനി രാത്രി കുറേ കഴിഞ്ഞല്ലേ വരുള്ളൂ. എന്നാൽ ഞാൻ ബീച്ചിലേക്ക് വരാം. ഏയ് അത് വേണ്ട, പിന്നെ പറഞ്ഞേക്ക് കളിയാക്കാൻ അത് മതി. ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. എന്നാ ബായ്. എൻ്റെ പെണ്ണ് വേഗം വാ. പാർത്തി പറഞ്ഞതോ ആമിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ ഫോള് കത്തിയിട്ട് തിരിഞ്ഞതും ഒരു കാറ് തനിക്ക് നേരെ വന്നതും അവൾ പേടിച്ചിരി കൈകൾ ഇറുക്കി അടച്ചു. ചേച്ചി! ഭദ്രയും ശീലവും പറഞ്ഞ് അവളുടെ അരികിലേക്ക് ഓടിയെത്തുന്നതിന് മുമ്പേ രണ്ട് സുരക്ഷിതമായ കൈകൾ അവളെ സൈഡിലേക്ക് പിടിച്ചു നിർത്തിയിരുന്നു. എന്തെങ്കിലും പറ്റിയോടാ? അബി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു. അവൾ പേടിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അത് മനസ്സിലാക്കി അബി അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. അവളൊന്ന് ഓക്കെ ആയതും അബി അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി. ഇത്രയും ബോധമില്ലാതെ എന്താലോചിച്ചിട്ട് ആമി നീ നടക്കണേ? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഒരു നിമിഷത്തേക്ക് മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അബി ദേഷ്യപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പോലും. അല്ലെങ്കിൽ ഇപ്പം ഈ ലോകത്തൊന്നല്ലല്ലോ, സ്വപ്ന ലോകത്തല്ലേ. മതി കളിച്ചതും ചിരിച്ചതും, വീട്ടിൽ പോവാം. ഭദ്ര പോയി നിമ്മിയെയും ശ്രീരാഗിനെയും വിളിച്ചിട്ട് വാ. അബി അത് പറഞ്ഞതും ഭദ്ര തലയാട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അബി ആമയുടെ കയ്യിലും കാലിലും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. എന്നാലും ആരാത്? പേടിക്കാൻ വന്നിട്ട് നിർത്താതെ പോയല്ലോ, ശീലു പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ട, കാറിൽ കയറ്. ആ വണ്ടി വഴി നോക്കി അബി ആമിയെ കാറിലേക്ക് പിടിച്ചു കയറ്റി. ഒപ്പം അവനും കാറിൽ കയറി. കണ്ടോ പറഞ്ഞ, ഇത്രയും നല്ല ഏട്ടനെ നീ എന്തൊക്കെ പറഞ്ഞു? ഏട്ടൻ കാരനല്ലേ ആമി ചേച്ചിക്ക് ഒന്നും പറ്റാതിരുന്നത്. ഇനിയെങ്കിലും നീ നിന്റെ ആവശ്യമില്ലാത്ത ഈഗോ മാറ്റി വെക്കുക. നീയും കണ്ടതല്ലേ ഏട്ടൻ ആമി ചേച്ചിയെ പോലെ സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്. ശീലു അത് പറഞ്ഞ് കാറിലേക്ക് കയറി. അതെ, സ്വന്തം സഹോദരിയായ കാരണമാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ സ്വന്തനത്തല്ലേ താനും കണ്ടതാണ് ആ കണ്ണി പെങ്ങളോടുള്ള സ്നേഹം. പറഞ്ഞ് അവരുടെ കൂടെ കാറിൽ കയറി. ആ കാര്യം മറ്റാരോടും പറയരുതെന്ന് അബി 4 പേരോടും പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ അതിനെക്കുറിച്ച് ശ്രീയും നിമ്മി അറിഞ്ഞതുമില്ല. സന്ധ്യയോടുകൂടെ അവർ വീട്ടിൽ തിരിച്ചെത്തി. നാളെ ആമി പോകുന്നതുകൊണ്ട് അവിടെ അവളുടെ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും മറ്റും പറഞ്ഞ് ശീലും ഭദ്രയും സഹായിച്ചു. ത്രിമൂർത്തികളെ ഏതു സമയം കൂടെയുള്ള കാരണം ആമിക്കും പാർത്തിക്കും പരസ്പരം ഒന്ന് സംസാരിക്കാനോ കാണാനോ കഴിഞ്ഞില്ല. ആമയെ നാളെ എങ്ങനെ കൊണ്ടാക്കണേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പപ്പ ദത്തനോടായി ചോദിച്ചു. പാർത്തിക്ക് നാളെ തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമുണ്ടെന്നാ പറഞ്ഞേ. അതുകൊണ്ട് പോകുന്ന വഴി പാർത്തി അവളെ വീട്ടിലാക്കാന്ന് പറഞ്ഞേ. ദത്തൻ അത് പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാർത്തിയുടെ നെറുകയിൽ കയറി അവൻ ചുമക്കാൻ തുടങ്ങി. ആമയാണെങ്കിൽ ഇതൊക്കെ എപ്പോ എന്ന രീതിയിൽ അന്തം വിട്ട് ദത്തനെ നോക്കി. നാളെ നിങ്ങൾ എപ്പോഴാണ് പാർത്തി പോകുന്നേ?
ദാത്തൻ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലാതെ ചോദിച്ചു. രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങണം. അവൻ തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോയാക്കാം, ദത്തൻ ചിരിയോടെ പറഞ്ഞു. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഞാൻ ആക്കിക്കോളാം, പാർത്തി ചാടിക്കയറി പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അബിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവരുടെ കൂടെ പോയാലോ പൂർണ്ണി? ആമിയുടെ വീടും വീട്ടുകാരും ഒക്കെ നമുക്കൊന്ന് കാണാലോ, അബി ചോദിച്ചു. ആമിയെ ഒറ്റയ്ക്ക് പാർത്തിയുടെ കൂടെ വിടാൻ അബിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവനിലെ ഏട്ടൻ്റെ കരുതൽ കണ്ട് ദത്തനൊരു പിച്ച് ചിരി തിരിഞ്ഞു. എന്നാൽ അതേസമയം ഹൈ വോൾട്ടേജിലുണ്ടായിരുന്ന ആമിയുടെയും പാർത്തിയുടെയും മുഖം ഫീസ് അടിച്ച പോലെയായി. അത് ശരിയാവില്ല, നിമ്മി പറഞ്ഞില്ലേ ഞാൻ പോയ ആ സ്ഥലത്ത് നിമ്മിക്കും വരണമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി നാളെ പോവാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ശ്രീരാഗ് പറഞ്ഞു. നമുക്ക് പിന്നൊരു ദിവസം പോവാൻ ചിത്തു. തൃശ്ശൂർ പോയി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ലോങ്ങല്ലേ, എത്തുമ്പോഴേക്കും ഒരു വഴിയാവും. നിമ്മി അത് പറഞ്ഞപ്പോൾ അബിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. താങ്ക്സ് ഡാ, പാർത്തി അടുത്തിരിക്കുന്ന ശ്രീക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. നിന്റെ താങ്ക്സ് നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ. നീ എന്താ കരുതിയേ, നിന്റെ ഈ അണ്ടർഗ്രൗണ്ട് ലൈൻ വഴി ഞങ്ങൾ അറിയില്ല എന്നോ? നിങ്ങൾ പോലീസുകാർക്ക് മാത്രമല്ല MBAക്കാർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാം മനസ്സിലായില്ലേ, പാർത്തി വിളിച്ചുകൊണ്ട് ചോദിച്ചു. മനസ്സിലായത് കൊണ്ടാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലെ കാട്ടുറുമ്പുകളെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കി തന്നെ. ഇതൊക്കെ ശ്രീരാഗിൻ്റെ നമ്പറല്ലേ? അപ്പം നാളെ അവർ നീ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ റെഡിയായാലോ? എന്തെങ്കിലും കള്ളം പറയും, എനിക്ക് അവരെ ട്രിപ്പിന് പറഞ്ഞയക്കലല്ലേ പണി. ശ്രീ തമാശ രീതിയിലാണ് പറഞ്ഞെങ്കിൽ അവൻ്റെ ഉള്ളു വല്ലാതെ നേറിയിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയതെത്താ. അയാൾ ആമി ചേച്ചിയെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. എന്നാലും ആ കാർ എന്താ നിർത്താതെ പോയേ? രാത്രി കിടക്കാൻ നേരം ദത്തൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് വർണ്ണ ഇന്ന് ബീച്ചിൽ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ദത്തനോട് പറയായിരുന്നു. ഇനി അതാലോചിച്ച് ഈ കുഞ്ഞു തല ചൂടാക്കണ്ട. അത് ഡ്രൈവിംഗ് അറിയാത്ത ആരെങ്കിലും കാറ് എടുത്തപ്പോൾ സംഭവിച്ചതായിരിക്കും. പോലീസ് കേസാവെന്ന് കരുതി നിർത്താതെ പോയതായിരിക്കും. ആണോ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അതേനേ, അവളുടെ കവിൾ പിടിച്ചു വലിച്ച് ദത്തം പറഞ്ഞു. നാളെ അമ്മ ചേച്ചി പോവല്ലേ, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറയായിരുന്നു. അതെങ്ങനെയാ കുഞ്ഞ്, ആമിക്ക് ക്ലാസ് ഉള്ളതല്ലേ? അതെ, പക്ഷെ ചേച്ചി കൂടെ പോയാൽ എനിക്ക് പേടിയതെത്താ. നീ ഓഫീസിൽ പോയ ചേച്ചിയാണ് എൻ്റെ ധൈര്യം. ആ ചേച്ചി കൂടെ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? പിന്നെ ജീവിതത്തിൽ മൊത്തം ആരെങ്കിലും കൂടെ കൂട്ടായി ഉണ്ടാകുമെന്നാണോ എൻ്റെ കുഞ്ഞിൻ്റെ വിചാരം? ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളും കാണും. അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് കരുതരുത്. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ എന്നും നീ ഉണ്ടാവുമല്ലോ. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കൂടെ എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ പേടിച്ചിരിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. ഞാൻ പറയുന്നത് അത്തൻ്റെ കുഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവളില്ല എന്ന രീതിയിൽ തലയാട്ടി. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ എൻ്റെ കുട്ടിക്ക് മനസ്സിലാവും. ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. എന്താടാ? തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ ചോദിച്ചു. എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. ദത്തൻ അവളെ തൻ്റെ മടിയിൽ നിന്നും ബെഡിലേക്ക് കിടത്തിയ ശേഷം അവന് അടുത്തായി കിടന്നു. അവിടെയല്ല, ഇവിടെ. അത് പറഞ്ഞ അവൻ്റെ മേലേക്ക് കയറി കിടന്നു. ദത്തൻ ഒരു ചിരിയോടെ 2 കൈകൾ കൊണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വാതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ചന്ദ്രശേഖരൻ ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കിയതും തൻ്റെ നേരെ ദേഷ്യത്തിൽ നടന്നു വരുന്ന അബിയാണ് കണ്ടത്. അവൻ നേരെ വന്ന് അയാളുടെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് പിന്നിലേക്ക് തള്ളി. അയാൾ ഓഫീസ് റൂമിലെ ടേബിളിലേക്ക് വന്നു വീണു. നിനക്കെന്തായാലും വട്ടായോ? ചന്ദ്രശേഖരൻ ഒന്നും മനസ്സിലാവാതെ എണീറ്റു.
ഇങ്ങനെ പോയാൽ എനിക്ക് വട്ടാവും. അഭി ദേഷ്യത്തിൽ പറഞ്ഞു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ കാര്യം പറ അഭിജിത്തെ. നിങ്ങൾ കൂടുതൽ അഭിനയിക്കണ്ട. എന്താ ആമിയെ അപകടപ്പെടുത്താൻ നോക്കിയത്? നിങ്ങളാണ് അതിന് പിന്നിൽ നിന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങളുടെ മകനും എൻ്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പം മുതൽ താൻ അവളെ അപകടപ്പെടുത്താൻ നോക്കുന്നതല്ലേ? ഇനിയെങ്ങാനും അവൾക്ക് നേരെ തൻ്റെ നോട്ടമെങ്കിലും വീണ നിങ്ങൾ കാണുന്നു മറ്റൊരു അഭിജിത്തിനെ ആയിരിക്കും. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല അഭിജിത്തെ. താനിനി കൂടുതൽ അഭിനയിച്ച് കഷ്ടപ്പെടണ്ട. ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. പിന്നെ ആമയും പാർട്ടിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവരെ തമ്മിൽ ഞാൻ പിരിച്ചോളാം. അതിനുള്ള പണികൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ അനിയത്തിക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനങ്ങരുത്. അത് പറഞ്ഞ് ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. ചന്ദ്രശേഖരനൊന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു. ശീലവും ഭദ്ര ഇറങ്ങിയെന്ന് മനസ്സിലായത് ആമി പതിയെ ബെഡിൽ നിന്നും ഇറങ്ങി. ശേഷം ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടതും പാർത്തിയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. താൻ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ കൂടെ പാർത്തി അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ ചെന്ന് ഡോർ തുറന്നു. ഉറങ്ങിയോ ഏട്ടാ? ആമി റൂമിൻ്റെ അകത്തേക്ക് കയറി അടക്കി പിടിച്ച ശബ്ദത്തിൽ ചോദിച്ചു. ഉറങ്ങിയിരുന്നു. നീ എന്ത് ഈ സമയത്ത്? പാർത്തി അത് ചോദിച്ചു. ആമി മുഖം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. നാളെ പോവാട്ടാ. അതെനിക്കറിയാലോ. അത് പറയാനാണ് ഈ പാതിരാത്രിക്ക് നീ ഇവിടേക്ക് കയറി വന്നേ? അല്ല, ഇനി ഞാൻ നാളെ പോയ ഇവിടേക്ക് ഇനി അടുത്ത കാലത്തൊന്നും വരില്ല. അതിനിപ്പോൾ എന്താ? അതിന് കുന്താം. ആമി ദേഷ്യത്തിൽ പറഞ്ഞ് ഡോറിനരികിലേക്ക് നടന്നു. ഓവർ വെയിറ്റ് ഇട്ട് പാളിയോ ഈശ്വര. പെണ്ണ് പിണങ്ങി പോവാണാ? അവളെ കാത്താണ് ഉറക്കം ഒഴിച്ച് ഇത്ര നേരം ഇവിടെ ഇരുന്ന്. പാർത്തി അവളെ പിന്നീന്ന് വിളിക്കാൻ നിന്നതും അവൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് ആമയും ഡോറിൻ്റെ ലോക്ക് ചെയ്ത് അവൻ്റെ ബെഡിൽ വന്ന് കിടക്കുകയാണ് ചെയ്തത്. വീഴ്ച നിൽക്കാതെ ലൈറ്റ് ഓഫാക്കി വന്ന് കിടക്കും മനുഷ്യ, എനിക്ക് ഉറങ്ങണം. അന്തം വിട്ട് നിൽക്കുന്ന പാർത്തിയെ നോക്കി അവൾ പറഞ്ഞു. ഇതെന്ത് ജീവി എന്ന രീതിയിൽ പാർത്തി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്ന് കിടന്നു. അവൻ വന്ന് കിടന്നത് ആമി അവന് നേരെ തിരിഞ്ഞു കിടന്നു. നീ എന്ത് ധൈര്യത്തിലാടി പാതിരാത്രി പ്രായം ചെന്ന ഒരാണിൻ്റെ മുറിയിൽ ഇങ്ങനെ കയറി കിടക്കണേ? പാർത്തി ചോദിച്ചു. നിങ്ങൾ ഹരിചന്ദ്രൻ്റെ മകളാണല്ലോ. നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് എനിക്കറിയാം, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. എടി, നീ വെറുതെ പുച്ഛിക്കല്ലേ. എൻ്റെ പേര് കൊത്തി ഒരാലിലത്താലി കഴുത്തി വീഴട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്ന്. അവൻ തൻ്റെ മീശ വിരിച്ച് പറഞ്ഞ അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ ആമി തിരിഞ്ഞു നടന്നു. മിക, അവൻ അവളുടെ കാതിൽ ആർദ്രമായി വിളിച്ചു. അവളൊന്ന് മൂളി. ഞാൻ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്നോട്ടെ? അവളുടെ അനുവാദത്തിനായി അവൻ കാത്തു നിന്നു. ഈ പൊട്ടനെ കൊണ്ട് ഞാൻ തോറ്റു, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈയെടുത്ത് തൻ്റെ മേലേക്ക് വെച്ചു. പാർത്തി ഒരു ചിരിയോടെ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവളുടെ മുടിയിൽ മുഖം ചേർത്ത് കിടന്നു. ഒരുപാട് പേടിച്ചു പോയ പെണ്ണെ ആ കാറിടിക്കാൻ വന്നപ്പോൾ. അതെങ്ങനെയാ ഏട്ടനറിഞ്ഞേ? അവിടെ അത്ഭുതത്തോടെ തല തിരിച്ച് അവനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടാ ആ കാറ് നിന്നെ ഇടിക്കാൻ വന്നേ. ആ കാറിനുള്ളിലുണ്ടായിരുന്നു ദേവനായിരുന്നു. ആര്? ദത്തേട്ടനാ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.